ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മത്സരത്തിന്റെയും യുദ്ധത്തിന്റെയും പശ്ചാത്തലത്തിൽ സമാധാനവാഹകരാകുവാൻ സഭൈക്യ പ്രസ്ഥാനത്തിന് സാധിക്കുമെന്ന് CSI മലബാർ മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ. CITUവിന്റെ നേതൃത്വത്തിൽ തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വിശദീകരണ യോഗം നടത്തി. ആർക്കിയോളജി ആൻഡ് ഹെറിറ്റേജ് അസോസിയേഷൻ പൈതൃക കൂട്ടായ്മയും MT സ്മരണ പത്രത്താളുകളിലൂടെ എന്ന പരിപാടിയും സംഘടിപ്പിച്ചു. ബോയ്സ് അമ്പലപ്പടി 20ാമത് സിൽവർ ജൂബിലി ആഘോഷം ജനുവരി 25-ന് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വാർത്തകൾ വിശദമായി. മത്സരത്തിന്റെയും യുദ്ധത്തിന്റെയും പശ്ചാത്തലത്തിൽ സമാധാനവാഹകരാകുവാൻ സഭൈക്യ പ്രസ്ഥാനത്തിന് സാധിക്കുമെന്ന് CSI മലബാർ മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ. കോഴിക്കോട്ട് നടന്ന സഭൈക്യ പ്രാർത്ഥനയിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ആഗോള കത്തോലിക്ക സഭയും വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസും ചേർന്ന് സംഘടിപ്പിക്കുന്ന സഭയ്ക്ക് പ്രാർത്ഥനയോടനുബന്ധിച്ച് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും കേരള കൗൺസിൽ ഓഫ് ചർച്ചസും ചേർന്ന് സഭയ്ക്ക് പ്രാർത്ഥന നടത്തി. CSI മലബാർ മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ സന്ദേശം നൽകി. മത്സരത്തിന്റെയും യുദ്ധത്തിന്റെയും പശ്ചാത്തലത്തിൽ സമാധാനവാഹകരാകുവാൻ സഭയ്ക്ക് പ്രസ്ഥാനത്തിന് സാധിക്കുമെന്നും സഭാശക്തിയെ ലോകനന്മയ്ക്കായി ഉപയോഗിക്കണമെന്നും ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. സംഘർഷം, യുദ്ധം ഇതെല്ലാം നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ മനുഷ്യൻ കൂടുതൽ സംഘർഷത്തിലേക്ക് അനുദിനം മുന്നോട്ട് പോവുകയാണ്. എന്തുകൊണ്ടാണിത് ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? യേശുവിൻ്റെ ശിഷ്യന്മാരിലൂടെ ദൈവ സമാധാനം ലോകത്തിലേക്ക് എത്തിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ട്രഷറർ റവറൻ ഡോക്ടർ TA ജെയിംസ്, കോഴിക്കോട് രൂപത വികാരി ജനറൽ മോൺ ജൻസൺ പുത്തൻപുരയിൽ, കോഴിക്കോട് എക്യുമെനിക്കൽ ക്ലർജി ഫെലോഷിപ്പ് പ്രസിഡന്റ് ഫാദർ ഡോക്ടർ ജെറോം ചിങ്ങന്തറ, CSI മലബാർ മഹാ ഇടവക ക്ലർജി സെക്രട്ടറി റവറൻ ജേക്കബ് ഡാനിയേൽ, സെന്റ് പോൾസ് മാർത്തോമ ചർച്ച് വികാരി റവറൻ സുനിൽ ജോയ്, ബിലാത്തികുളം സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരി ഫാദർ എൽദോസ്, സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ വികാരി ഫാദർ ബേസിൽ, കൽദായ സുറിയാനി സഭാ വികാരി ഫാദർ ബിനു ജോസഫ്, റവറൻ ശോഭൻ കുമാർ, റവറൻ സാജു ബെഞ്ചമിൻ, റവറൻ രാജു ചീരൻ, ബിപിൻ മാത്യു, YMCA ജനറൽ സെക്രട്ടറി ജോൺ അഗസ്റ്റിൻ, YWCA പ്രസിഡന്റ് സോഫിയ മൈക്കിൾ, ഷവലിയർ C ചാക്കുണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. CITUവിന്റെ നേതൃത്വത്തിൽ തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിശദീകരണ യോഗം നടത്തി. CITU അഖിലേന്ത്യാ സെക്രട്ടറി ദീപ K രാജൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലിടങ്ങളിലെ ദുരനുഭവങ്ങളെക്കുറിച്ച് തൊഴിലാളികൾ വിശദീകരിച്ചു. CITU നേതൃത്വത്തിൽ തൊഴിലിടത്ത് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൊഴിലാളികൾക്കായി വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. CITU അഖിലേന്ത്യാ സെക്രട്ടറി ദീപ K രാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു. അപ്പോ അങ്ങനെ വിളിക്കുമ്പോ അംബേദ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഒരു മാതൃരാജ്യമില്ല അല്ലെ. ഇന്ത്യ എന്നുള്ളത് ഞങ്ങളുടെ, അതായത് അധകൃതരായിട്ടുള്ള ആളുകൾ, ഞങ്ങൾക്കൊരു അത്തരത്തിലൊരു മാതൃരാജ്യമേ ഇല്ല എന്നുള്ള വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുപോലെ അല്ലെങ്കിൽ അതിനോട് സമാനമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെയും വായിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. സ്ത്രീകൾ ഇങ്ങനെ മുന്നോട്ട് വരുന്നത്, അതായത് നേരത്തെ തന്നെ നമുക്ക് നിയമങ്ങളുണ്ട്, സ്ത്രീധന നിരോധന നിയമമുണ്ട്,
നിയമങ്ങളൊക്കെ സ്ത്രീകളെ സംരക്ഷിക്കാൻ ഒക്കെ ഉണ്ട്. പക്ഷെ അത് നടപ്പാക്കുന്നതിൽ വരുന്ന അലംഭാവം, അല്ലെങ്കിൽ മുന്നോട്ട് വരാൻ ഒരു സ്ത്രീ മുന്നോട്ട് വന്നാൽ തന്നെ സമൂഹം അതിനെ എങ്ങനെയാണ് തിരസ്കരിക്കുന്നത് അല്ലെങ്കിൽ പുറകോട്ട് പിടിച്ചു വലിക്കുന്നത് എന്നൊക്കെ നമ്മൾ ധാരാളം ഉദാഹരണങ്ങൾ നമുക്കിവിടെ നിരത്താറുണ്ട്. അഞ്ജന ശശി തനിക്കുണ്ടായ ദുരനുഭവം വിശദീകരിച്ചു. ഓരോ തവണയും നമ്മൾ ഈ ഇത് വിശദീകരിക്കുമ്പോഴും, ഇപ്പോൾ ഇവിടെ തന്നെ അല്ലെങ്കിൽ പോലീസ് മുമ്പിലാണെങ്കിലും കോർട്ടിലാണെങ്കിലും നമ്മളിത് ഓരോ തവണ വിശദീകരിക്കുമ്പോഴും നമ്മൾ കടന്നു പോകുന്ന ഒരു ട്രോമ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. CITU വർക്കിംഗ് വുമൺ കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി ജനറൽ കൺവീനർ സുനിത കുര്യൻ സംസാരിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി PP പ്രേമ അധ്യക്ഷത വഹിച്ചു. രജുല I സ്വാഗതവും ഷീബ K നന്ദിയും പറഞ്ഞു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി PK മുകുന്ദൻ, ജില്ലാ ട്രഷറർ PK സന്തോഷ്, CC രതീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആർക്കിയോളജി ആൻഡ് ഹെറിറ്റേജ് അസോസിയേഷൻ പൈതൃക കൂട്ടായ്മയും MT സ്മരണ പത്രത്താളുകളിലൂടെ എന്ന പരിപാടിയും സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തകൻ അജീഷ തോളി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ഇസ്ലാമിക് സെന്റർ കെട്ടിടത്തിലാണ് പൈതൃക കൂട്ടായ്മയും MT സ്മരണ പത്രത്താളുകളിലൂടെ എന്ന പ്രദർശനവും സംഘടിപ്പിച്ചത്. പത്രങ്ങളിൽ MTയുടെ വിയോഗ വാർത്ത, സ്പെഷ്യൽ പത്രം, ആഴ്ചപ്പതിപ്പ്, MT കയ്യൊപ്പിട്ട പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയ സ്പെഷ്യൽ കവർ, MTയുടെ ജന്മദിന നോട്ട് എന്നിവയാണ് MT പത്രത്താളുകളിൽ തയ്യാറാക്കിയത്. മാധ്യമപ്രവർത്തകൻ അജീഷ തോളി ഉദ്ഘാടനം ചെയ്തു. MTയുടെ പുസ്തകങ്ങൾ വായനയെന്ന പ്രക്രിയയെ കൂടുതൽ ജനകീയമാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. അസോസിയേഷൻ പ്രസിഡന്റ് ഗിന്നസ് MK ലത്തീഫ് അധ്യക്ഷനായി. റഷീദ് മക്കട മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. സെക്രട്ടറി PK വികാസ്, ട്രഷറർ MM ഹജാസ് എന്നിവർ സംസാരിച്ചു. സംഘടനയുടെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പുതിയ ഭാരവാഹികൾ: പ്രസിഡന്റ് ഗിന്നസ് MK ലത്തീഫ്, സെക്രട്ടറി മുജീബ് റഹ്മാൻ, ട്രഷറർ ഹജസ്, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റിയാസ്, ജോയിന്റ് സെക്രട്ടറി റഷീദ് മക്കട എന്നിവരാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വോയ്സ് അമ്പലപ്പടി 20ാമത് സിൽവർ ജൂബിലി വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും മൂത്തേടത്ത് മീനാക്ഷിയമ്മ എൻഡോമെന്റ് വിതരണവും ജനുവരി 25-ന് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അനുമോദന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റ് AK രമേശ് നിർവഹിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അതിന്റെ ഭാഗമായി വോയ്സ് അമ്പലപ്പടിയുടെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി സിൽവർ ജൂബിലി പുരസ്കാരം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ 20ാം വാർഷികമാണ് ഈ കൊല്ലം. കോഴിക്കോട് കോർപ്പറേഷൻ തലക്കുളത്തൂർ, കക്കോടി പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ നൽകുന്നത്. ഇത്തവണ 157 പേർ വിദ്യാഭ്യാസ പുരസ്കാരത്തിനും 5 പേർ മൂത്തേടത്ത് മീനാക്ഷിയമ്മ എൻഡോമെന്റിനും അർഹരായതായി വോയ്സ് അമ്പലപ്പടി ഭാരവാഹികൾ പറഞ്ഞു. 150 കുട്ടികളാണ് സെലക്ട് ചെയ്യുക. ഇത്തവണ 157 കുട്ടികൾ മാക്സിമം മാർക്കിലെത്തിയിട്ടുണ്ട്. ആ 157 കുട്ടികൾക്ക് ഞങ്ങൾ അവാർഡ് നൽകുന്നുണ്ട്. അത് ഇത്തവണ നൽകുന്നത് ബഹുമാന്യനായ മന്ത്രി AK ശശീന്ദ്രൻ അവർക്കാണ്. വിദ്യാർത്ഥികളെയും വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും പരിപാടിയിൽ ആദരിക്കും. കലാപരിപാടികളും അരങ്ങേറും. തിരുവനന്തപുരം സൗപർണികയുടെ മണികർണിക നാടകവും വേദിയിലെത്തും. വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ VP മനോജ്, ശശികുമാർ P, ഹരിത E, ഷിനോജ് രാജ്, സുധാകരൻ കണിപ്പോത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ശ്രീ പള്ളത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം 3 ദിവസങ്ങളിലായി നടന്നു. തിറയാട്ടങ്ങളും വെള്ളാട്ടുകളും ആചാരപൂർവ്വമുള്ള പൂജകളും ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടന്നു. വർഷം തോറും നാടിന്റെ ഉത്സവമായി മാറാറുള്ള ബേപ്പൂർ നോർത്ത് പള്ളത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രോത്സവം ഇത്തവണയും ആചാരാനുഷ്ഠാനങ്ങളോടെ നടന്നു. കൽക്കുന്നത്ത് ശിവക്ഷേത്രത്തിൽ നിന്നും കലശം എഴുന്നള്ളത്ത് എത്തി. പ്രസാദ ഊട്ടിന് ശേഷം വിവിധ മൂർത്തി വെള്ളാട്ടുകൾ നടന്നു. രാത്രി താലപ്പൊലിയിൽ സ്ത്രീകളും കുട്ടികളും വാദ്യമേളങ്ങളും അണിനിരന്നു. ഉത്സവത്തിന്റെ 3-ാം ദിവസം ചാന്തുതിറയ്ക്കും കലംകരിക്കും ശേഷം ഉത്സവ ചടങ്ങുകൾ സമാപിച്ചു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വെസ്റ്റ് ഹിൽ ഓൾഡ് ഏജ് ഹോമിലെ ഡോക്ടർ പൽപൂസ് സ്മൃതി മന്ദിരം ജനുവരി 25-ന് തുറക്കും. ഉദ്ഘാടനം ഡോക്ടർ കെ ജയകുമാർ IAS നിർവഹിക്കും. ഛായാചിത്ര അനാച്ഛാദനവും ആദരിക്കൽ ചടങ്ങും ഇതോടൊപ്പം സംഘടിപ്പിക്കും. 1937 സ്ഥാപിച്ച വെസ്റ്റ് ഹിൽ അനാഥമന്ദിര സമാജത്തിലെ അച്ഛന്മാർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പുതിയ കെട്ടിടം അത് ഡോക്ടർ പൽപുവിന്റെ പേരിലാണ് സമർപ്പിച്ചിട്ടുള്ളത്. ആ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് ജനുവരി 25-ന് രാവിലെ 10:30 മണിക്ക് നടക്കുന്നത്. ഡോക്ടർ കെ ജയകുമാർ IAS ആണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഡോക്ടർ പൽപുവിന്റെ 75ാമത് ചരമവാർഷിക ദിനമായ അന്ന് പൽപുവിന്റെ ഛായാചിത്രത്തിന്റെ അനാച്ഛാദനം ശ്രീ PV സെന്ററാണ് നിർവഹിക്കുന്നത്. ദി പുവർ ഹോം സൊസൈറ്റിക്ക് കീഴിൽ വെസ്റ്റ് ഹിൽ ഓൾഡ് ഏജ് ഹോമിൽ അച്ഛന്മാർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഡോക്ടർ പൽപു സ്മൃതി മന്ദിരം. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജനുവരി 25-ന് ശനിയാഴ്ച ഡോക്ടർ കെ ജയകുമാർ IAS നിർവഹിക്കും. ഡോക്ടർ പൽപുവിന്റെ ഛായാചിത്രത്തിന്റെ അനാച്ഛാദനം മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ നിർവഹിക്കും. ഓൾഡ് ഏജ് ഹോമിലെ താമസക്കാരുടെ ചികിത്സയ്ക്കും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി സമർപ്പിക്കപ്പെട്ട വാഹനത്തിന്റെ താക്കോൽദാനം കോർപ്പറേഷൻ കൗൺസിലർ N ശിവപ്രസാദ് നിർവഹിക്കും. സൊസൈറ്റിയുടെ അഭ്യുദയകാംക്ഷികളായ AV അനൂപ്, ഭരത് കുമാർ ചോർദി എന്നിവരെയും 85 വയസ്സ് തികഞ്ഞ അച്ഛനമ്മമാരെയും ആദരിക്കും. വാർത്താസമ്മേളനത്തിൽ വെസ്റ്റ് ഹിൽ ദി പുവർ ഹോം സൊസൈറ്റി സെക്രട്ടറി സുധീഷ് കേശവപുരി, പ്രസിഡന്റ് ഷനൂപ് താമരക്കുളം, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിലിനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഓൾ കേരള ഫിഷ് മെർച്ചന്റ്സ് അസോസിയേഷൻ ബേപ്പൂർ യൂണിറ്റ് മെമ്പർഷിപ്പ് ക്യാമ്പയിനും ക്ഷേമനിധി ശേഖരണവും നടത്തി. ജില്ലാ പ്രസിഡന്റ് P ജാബിർ ഉദ്ഘാടനം ചെയ്തു. മത്സ്യം അമൂല്യമാണ്, മത്സ്യവ്യാപാരിയായതിൽ അഭിമാനം കൊള്ളുക, AKFMCAയിൽ അംഗമാകുക തുടങ്ങിയവ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഓൾ കേരള ഫിഷ് മെർച്ചന്റ്സ് അസോസിയേഷൻ ബേപ്പൂർ യൂണിറ്റ് മെമ്പർഷിപ്പ് ക്യാമ്പയിനും ക്ഷേമനിധി ശേഖരണവും നടത്തിയത്. ബേപ്പൂർ ഫിഷിംഗ് ഹാർബർ സംഘടനാ ഹാളിൽ നടത്തിയ പരിപാടി ജില്ലാ പ്രസിഡന്റ് P ജാബിർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാന കമ്മിറ്റി കേരളത്തിലെ ഒരു സംഘടനയ്ക്കും സാധിക്കാത്ത രൂപത്തിൽ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന രൂപത്തിൽ നമ്മുടെ സംഘടനയുള്ള ഒരു പ്രവർത്തകൻ മരണപ്പെട്ടാൽ ഒരു 3 ലക്ഷം രൂപ കൊടുക്കുക സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചു.
ഒരു വർഷം 2000 കഴിഞ്ഞ 2 വർഷമായി 2024 ഡിസംബർ 31 വരെ നമ്മൾ ഏകദേശം 22 പേര് നമ്മുടെ സംഘടനയിൽ നിന്ന് മരണപ്പെടുകയും ആ 22 പേർക്ക് നമ്മൾ സംസ്ഥാന കമ്മിറ്റി 3 ലക്ഷം രൂപയും അതാത് യൂണിറ്റുകൾ കഴിയുന്നത്ര 2 ലക്ഷം 1 ലക്ഷം 1.5 ലക്ഷം ആ രൂപത്തിൽ കൊടുക്കുകയും സംഘടനയുടെ പ്രവർത്തന രീതി ആ ശൈലി മറ്റുള്ള സംഘടന വ്യത്യസ്തമായി മാറ്റപ്പെടുകയും ഒരു ചരിത്രം കുറിച്ച് സംഘടന മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യൂണിറ്റ് പ്രസിഡന്റ് സി മൊയ്തീൻ കോയ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി കെ മനാഫ്, എം പ്രവീഷ്, ജോയിന്റ് സെക്രട്ടറി അലിമോൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. JDT ഇസ്ലാം ഓർഫനേജ് അലുമിനി മീറ്റ് ജനുവരി 26-ന് JDTയിൽ നടക്കും. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. JDT ഇസ്ലാം ഓർഫനേജ് ആലുമിനി അസോസിയേഷന്റെ ആലുമിനി മീറ്റ് ജനുവരി 26-ന് നടക്കും. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും. 2000-ഓളം അംഗങ്ങൾ പങ്കെടുക്കുമെന്ന് JDT ഇസ്ലാം ഓർഫനേജ് ആലുമിനി അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. 17 വർഷത്തോളമായി ഞങ്ങൾ അലുമിനി അസോസിയേഷൻ സ്ഥാപിതമായിട്ട് വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. JDT ഇസ്ലാം ഓർഫനേജിൽ നിന്ന് പഠിച്ചുപോയ വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷവും ഇന്ന് വ്യവസായ പ്രമുഖരും വിദ്യാസമ്പന്നരും സമൂഹത്തിൽ ഉന്നത ശ്രേണിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. എന്നാൽ ഇതിൽ ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന കുറെ സഹപാഠികൾ ഞങ്ങൾക്കുണ്ട്. ഈ സഹപാഠികളുടെ ക്ഷേമപ്രവർത്തനത്തിന് അവരുടെ ജീവിത പ്രശ്നത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്നുള്ള സ്വയം തിരിച്ചറിവാണ് ഞങ്ങളുടെ ഈ അലുമിനി അസോസിയേഷൻ. MP അഹമ്മദ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികൾ, അവാർഡ് ദാനം, സോവനീർ പ്രകാശനം, മുൻ സാരഥികളായ ഹസൻ ഖാജി, അസ്ലം സാഹിബ് എന്നിവരുടെ അനുസ്മരണ സമ്മേളനം എന്നിവയാണ് ആലുമിനി മീറ്റിലെ പ്രധാന പരിപാടികൾ. JDT ഇസ്ലാം ഓർഫനേജ് അലുമിനി അസോസിയേഷന്റെ സംഗമം ജനുവരി 26 രാവിലെ മുതൽ ആരംഭിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഷൗക്കത്ത് അലി കൊളക്കോടൻ, സിദ്ദിഖ് കുറ്റിക്കാട്ടൂർ, അലി അരികത്ത്, അബ്ദുസലാം ചീക്കോട് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ബേബി ബസാറിൽ ഒപ്റ്റിക് സെന്റർ പ്രവർത്തനം തുടങ്ങി. മൈമൂന KK ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന MDC പ്രസിഡന്റ് ഷെവലിയർ CE ചാക്കുണ്ണി നിർവഹിച്ചു. സൗജന്യ നേത്ര പരിശോധനയും മിതമായ നിരക്കിൽ കണ്ണടകളും ലഭിക്കും. നഗരത്തിലെ പ്രമുഖ വ്യാപാര കേന്ദ്രമായ ബേബി ബസാറിൽ സൗജന്യ കമ്പ്യൂട്ടറൈസ്ഡ് നേത്ര പരിശോധനയും എല്ലാവിധ ബ്രാൻഡ് ഫ്രെയിമുകളും ലെൻസുകളും മിതമായ നിരക്കിൽ ലഭിക്കുന്ന ഒപ്റ്റിക്കൽ സെന്റർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. മൈമൂന KK ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യ വിൽപ്പന MDC പ്രസിഡന്റ് ഷെവലിയാർ CE ചാക്കുണ്ണി ബാബു ലാസറിന് കണ്ണട നൽകി നിർവഹിച്ചു. വർഷങ്ങളായി ബേബി ബസാറിൽ 1-ാം നിലയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം മുതിർന്ന പൗരന്മാരുടെയും ഉപഭോക്താക്കളുടെയും സൗകര്യാർത്ഥമാണ് കെവിൻ ആർക്കഡിലെ താഴത്തെ നിലയിലും ആരംഭിച്ചത്. ഇവിടെ 15 വർഷമായി പുള്ളി ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ആയിട്ട്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്ഥാപനത്തിൽ എല്ലാവിധ ഇതും നമുക്ക് കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അങ്ങനെയും അല്ല, നമുക്കിവിടെ ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ കണ്ണട പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിക്ക് നമ്മൾ സർവീസ് ചെയ്യുന്നതായിരിക്കും. കോണ്ടാക്ട് ലെൻസ് ആണെങ്കിലും സൊല്യൂഷൻ ആണെങ്കിലും ഫ്രെയിമും ലെൻസും ബ്രാൻഡഡ് ലെൻസ് ആണെങ്കിലും ഒക്കെ അവൈലബിൾ ആണ്. ചടങ്ങിൽ സിറ്റി മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KP സുധാകരൻ, ജനറൽ സെക്രട്ടറി നോവെക്സ് മൻസൂർ CK, മുജീബ്, വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ലെനിൻ K വർഗീസ്, അബ്ദുൽ സലാം, റൊണാൾഡ് C ജോയ്, അബ്രഹാം CT, ലൂസിയ, സജ്ജദ് സാഹിർ, P അൻവർ, TG ജെയ്സൺ, ലിൻസൺ K വർഗീസ്, അസീസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. 2025 ഏപ്രിൽ 20 മുതൽ 27 വരെയാണ് ശ്രീ കരുവിശ്ശേരി വിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടികൾ. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള ബ്രോഷർ പ്രകാശനം ചെയ്തു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA പ്രകാശനം നിർവഹിച്ചു. രാധ ടീച്ചർ ബ്രോഷർ ഏറ്റുവാങ്ങി. കരുവിശ്ശേരി വിഷ്ണു ക്ഷേത്രം സെക്രട്ടറി ഗംഗാധരൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി ശ്രീനാരായണ നമ്പീശൻ, സുധീർ AG, EP സൗമിനി തുടങ്ങിയവരും സംസാരിച്ചു. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം പഠനത്തിൽ പ്രയാസമനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അക്കാദമിക പിന്തുണ ഉറപ്പുവരുത്തുന്ന തെളിമ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കം. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഫാറൂഖ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS നോർത്തേൺ റീജിയണൽ കോർഡിനേറ്റർ S. ശ്രീജിത്ത് നിർവഹിച്ചു. NSS ജില്ലാ കൺവീനർ MK ഫൈസൽ, ബേപ്പൂർ ക്ലസ്റ്റർ കൺവീനർ KV സന്തോഷ് കുമാർ, വാർഡ് കൗൺസിലർ C. അബ്ദുൽ ഹമീദ്, PTA പ്രസിഡന്റ് CP ഷാനവാസ്, അബ്ദുൽ നാസർ, അഷ്റഫ് അലി P, മുഹമ്മദ് ഷഫീഖ്, ഫെംനാസ് എന്നിവർ ക്ലാസ് എടുത്തു. പ്രിൻസിപ്പാൽ K. ഹാഷിം അധ്യക്ഷനായിരുന്നു. പ്രോഗ്രാം ഓഫീസർ KC മുഹമ്മദ് സയ്യിദ് സ്വാഗതവും ആയിഷ സെഫിയ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മത്സരത്തിന്റെയും യുദ്ധത്തിന്റെയും പശ്ചാത്തലത്തിൽ സമാധാനവാഹകരാകുവാൻ സഭൈക്യ പ്രസ്ഥാനത്തിന് സാധിക്കുമെന്ന് CSI മലബാർ മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ. CITUവിന്റെ നേതൃത്വത്തിൽ തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വിശദീകരണ യോഗം നടത്തി. ആർക്കിയോളജി ആൻഡ് ഹെറിറ്റേജ് അസോസിയേഷൻ പൈതൃക കൂട്ടായ്മയും MT സ്മരണ പത്രത്താളുകളിലൂടെ എന്ന പരിപാടിയും സംഘടിപ്പിച്ചു. ബോയ്സ് അമ്പലപ്പടി 20ാമത് സിൽവർ ജൂബിലി ആഘോഷം ജനുവരി 25-ന് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.